പരിശുദ്ധ ദീനിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി ഉള്ള ഈ ദർസ് വേറെ ഏത് സ്ഥാപനം നമ്മൾ പറഞ്ഞാലും ദർസിനെ പോലെ ഉലമാക്കളെ വാർത്തെടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനം വേറെ ഇല്ല. നമ്മുടെ കേരളക്കരയും മറ്റേടത്തും നമ്മളെ കാണുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പള്ളി ദർസിൽ നിന്ന് പഠിച്ചവരാണ്. ഇപ്പൊ ഇവിടുന്ന് പോയ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, വന്യരായ കോട്ടൂർ ഉസ്താദ്, ഇനി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഇവരൊക്കെ പള്ളി ദർസിൽ നിന്ന് പഠിച്ചവരാ. ഇനി കഴിഞ്ഞ കാലത്തുള്ളവരോ അവരും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട ഈ ഉസ്താദുമാരുടെ ഒക്കെ ഉസ്താദായ ബഹറുൽ ഉലൂം സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ മഹാനവറുകൾ പള്ളി ദർസിൽ നിന്ന് പഠിച്ച് വന്ന ആലിമാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം നിന്ന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളിപ്പോ പള്ളി ദർസിൽ നിന്ന് പഠിച്ചു വന്നു. അങ്ങനെ വലിയ വലിയ ആലിമീങ്ങളിൽ എവിടെ പരിശോധിച്ചാലും അവരൊക്കെ പള്ളി ദർസിൽ നിന്ന് പഠിച്ചു വരാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് പള്ളി ദർസിൽ നിന്ന് പഠിച്ചു വരാം. അവരുടെ ഉസ്താദുമാരും അങ്ങനെ തന്നെ. അപ്പൊ പള്ളി ദർസ് ഒരു ചെറിയ സംഗതിയല്ല. പിൽക്കാലത്ത് പിന്നെ വന്ന പല കോളേജുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പള്ളി ദർസിൽ നിന്ന് ഉലമാക്കൾ വലുതായി വന്നതുപോലെ ഒരു സ്ഥലത്തും വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടായി വരില്ല. നമ്മുടെ കേരളത്തെ ഇന്നും ആ ഇൽമിന്റെ രംഗത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളെക്കാണെയും ഉയർത്തി കാണാൻ കഴിഞ്ഞത് നമ്മുടെ രാജ്യങ്ങളിൽ പഴയകാല പോലെ തന്നെ പള്ളി ദർസുകൾ ധാരാളമുണ്ട്. ഇന്നിപ്പോ കുറെ ദർസുകൾക്കൊക്കെ ക്ഷീണം സംഭവിച്ചാലും ഇന്ന് ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വേറെ എവിടെയും ഈ പള്ളി ദർസിന്റെ ശീലവും ഇഷ്ടവും ഒന്നും കാണാൻ കഴിയില്ല. അത് ഇപ്പോഴും അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലാണ്. ഇപ്പൊ ഇവിടെയും തുടങ്ങിയാലോ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ദർസ് ഉണ്ടായി വന്നാൽ ആ പ്രദേശത്തുള്ള ആളുകൾക്കും ദീനിയായ അറിവും അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരായിട്ടുള്ള ബന്ധം കൊണ്ട് ദീനിയായ എല്ലാ സുന്നത്തുകളും അടക്കം അവരുടെ ജീവിതത്തിൽ വരും. സംശയമില്ല. പള്ളിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ പഴയ സമ്പ്രദായം അനുസരിച്ച് വീടുന്നില്ല ചെലവ് കൊടുക്കുക. അതുകൊണ്ട് കുട്ടികൾ പള്ളിയിൽ നിൽക്കുമ്പോൾ നാളെ നോമ്പാണ്. അപ്പൊ പിന്നെ നോമ്പിന് ഭക്ഷണം കഴിക്കാനും സംഗതിയൊന്നുമില്ല. അപ്പൊ ഈ കുട്ടിയും ആ വീട്ടിൽ ചെലവ് പോകുന്ന വീട്ടിൽ പറയും ഇന്ന് ഞാൻ ഭക്ഷണത്തിനുണ്ടാവില്ല. അതെന്തേ? ആ നോമ്പാണ്. അതെന്താ ഇന്ന് നോമ്പ്? അത് ഇന്ന് നോമ്പാണ്. അത് പറഞ്ഞാൽ ആ അങ്ങനെ ഒരു ദിവസം, ഒരു നോമ്പിന്റെ ദിവസം, സുന്നത്തായ ദിവസം. അപ്പൊ നോമ്പ് തുറക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണം. വീട്ടുകാർ പറയുമ്പോ നോമ്പ് തുറക്കൽ ചിലപ്പോ കുട്ടി അങ്ങോട്ട് എത്തും. എത്ര വലിയ ബറക്കത്താണ്. ആ ഇഫ്താറിന്റെ കൂലി ഇവർക്ക് വീട്ടുകാർക്ക് കിട്ടി. ആ കുട്ടിയും നോമ്പെടുക്കുന്നു എന്ന കാരണം കൊണ്ട് ആ വീട്ടുകാരും വന്ന് നോമ്പെടുക്കും. വീട്ടുകാരനും നോമ്പെടുക്കും. ഇങ്ങനെ ആ ദർശന്റെ ഗുണം നാട്ടിലെ ഓരോരുത്തർക്കും പല നിരക്കായിട്ട് കിട്ടും.
ഇങ്ങനത്തെ സംഗതി ഒന്നും ദർസില്ലെങ്കിൽ കിട്ടുകയില്ല, ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇത് വലിയൊരു സന്ദർഭമാണ് എന്ന നിലക്ക് നമുക്ക് അതിനെ നല്ലൊരു ആത്മാർത്ഥതയോടുകൂടി സമീപിക്കുകയും കുട്ടികളൊക്കെ നമ്മളാൽ കഴിയുന്നത് വേണ്ടതൊക്കെ നാം ചെയ്തു കൊടുത്തു ദർസിനെ വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.